अस्सलाम अलैकुम. वालेकुम अस्सलाम. കയ്യിൽ മുറിവുണ്ടല്ലോ. ലേപനം കൊണ്ടുവരൂ. ഉമ്മ എവിടെ? ഇതറിയാൻ വേണ്ടി വന്നതായ എന്റെ മകൻ ജലാൽ അവന്റെ വല്യുമ്മയെ മറന്നോ എന്ന്. ഉമ്മയ്ക്ക് അറിയാവുന്നതാണ് നമുക്ക് ഉമ്മയെ മറക്കാൻ സാധിക്കില്ലെന്ന്. തലപ്പാവ് ഷഹൻഷായുടെ ശിരസിന്റെ അഭിമാനമാണ് ജലാൽ. അഭിമാനവും തലയിലേന്തി നമ്മുടെ വല്യുമ്മയെ കാണുന്നത് എനിക്ക് സമ്മതമല്ല. നമ്മുടെ വല്യുമ്മയുടെ സ്ഥാനം അതിലും എത്രയോ മുകളിലാണ്. അങ്ങനെയാണോ? അതുകൊണ്ടാണോ എന്റെ മകന്റെ ഒരു സലാം പോലും എനിക്ക് ലഭിക്കാതിരുന്നത്? അത് ഇതുകൊണ്ടല്ലേ? ഞാൻ വെറുമൊരു വളർത്തമ്മ മാത്രമായതുകൊണ്ട്. അങ്ങേക്ക് ഞാൻ പാൽ തന്നു വളർത്തിയതുകൊണ്ടോ സംരക്ഷിച്ചതുകൊണ്ടോ അമ്മയുടെ സ്നേഹം നൽകാൻ ശ്രമിച്ചതുകൊണ്ടോ കാര്യമില്ലല്ലോ. അങ്ങയുടെ ജീവിതത്തിൽ എനിക്കൊരു സ്ഥാനവും ലഭിക്കില്ലല്ലോ. ഉമ്മയ്ക്കറിയാം നാം നിസ്സഹായനാണെന്ന്. ഉമ്മയുടെ വാക്കുകൾ നമ്മെ ഒരുപാട് വേദനിപ്പിക്കുമെന്നും അറിയാം. വല്യുമ്മ നാം സ്വയം ലജ്ജിതനാണ്. അല്ലാഹയുടെ അനുഗ്രഹത്താൽ നിനക്കൊരു സാഹചര്യത്തിലും ആരുടെ മുൻപിലും ലജ്ജിക്കേണ്ടി വരരുത്. ജലാൽ, നിനക്ക് 4 വയസ്സുള്ളപ്പോ ആദ്യമായി ഞാൻ ഇതുപോലൊരു മുറിവിൽ മരുന്ന് പുരട്ടി തന്നിരുന്നു. അന്ന് മുറിവ് പറ്റിയത് നിനക്കായിരുന്നെങ്കിൽ വേദനിച്ചത് എന്റെ ഹൃദയമായിരുന്നു ജലാൽ. പക്ഷെ ദൈവത്തിനാണ് ഞാൻ ഒന്നിൽ നിന്ന് നിന്നെ തടഞ്ഞില്ല. അത് ഇതോർത്ത് മാത്രമായിരുന്നു ഈ ഭാരതത്തിലെ ഏറ്റവും വലിയ ഷഹൻഷായായി നിന്നെ കാണാൻ വേണ്ടി. ഇന്ന് ഈ മുറിവ് കാണുമ്പോൾ എനിക്ക് വല്യുമ്മ, ഈ മുറിവ് അതിന്റെ ഒരു അടയാളമാണ്. എന്റെ വിജയം സമീപത്തെത്തിയെന്നതിന്റെ. അങ്ങനെ തന്നെ ആകട്ടെ. ജലാൽ, ഇത് പുരട്ടുമ്പോൾ അല്പം വേദന കാണും. വേദനയോ? വേദന എന്നെ തൊടാൻ പോലും ഭയക്കും വല്യുമ്മ. അവിടുന്ന് ധൈര്യമായി മരുന്ന് പുരട്ടിക്കോളൂ. സഹീറിനോട് എന്താണോ ആ ബൈറാം ഖാൻ ചെയ്തത്, ആ വിവരം എത്രയും വേഗം മാർഗം എങ്ങനെയായാലും ജലാലിനെ അറിയിച്ചേ മതിയാകൂ. പക്ഷെ എങ്ങനെ സാധിക്കും? ഹക്കീം ബാബ, സഹീറിന്റെ ആരോഗ്യം ഇപ്പോൾ എങ്ങനെയുണ്ട്? സഹീറിന് എന്താ സംഭവിച്ചത്? വല്യുമ്മ, സഹീറിന് എന്താ സംഭവിച്ചതെന്ന് ജലാൽ, എന്താന്ന് പറയൂ. അത് അങ്ങ് തന്നെ നേരിട്ട് പോയി കാണുന്നതായിരിക്കും നല്ലത് ജലാൽ. മരുന്ന് കുറെ ബാക്കിയുണ്ട്. അബ്ദുളിന്റെ മുറിവുകളിൽ പുരട്ടിക്കൊള്ളൂ. സഹീർ,
അങ്ങ് സ്വയം നിയന്ത്രിക്കൂ. എത്രമാത്രം കണ്ണുനീർ വരുന്നോ കണ്ണുകൾക്ക് അത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ആർക്കാണ് ഇത്രയും ധൈര്യമുണ്ടായത്? ആരാണ് നമ്മുടെ ഭൃത്യൻ സഹീറിനോട് ഇത്രയധികം ക്രൂരത കാണിച്ചത്? എത്രയും വേഗം നമ്മുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലും പറയൂ, ആരാണ് ഇദ്ദേഹത്തോട് ഇത് ചെയ്തത്? ഒരുപക്ഷെ പേടികൊണ്ടാവും ആരും ഒന്നും പറയാത്തത് ഷെൻഷാ. ആരാണത്? രഹസ്യമായ കാര്യമാണ്, പറയാൻ സാധിക്കില്ല. ഇതുമറിയില്ല സഹീറിനോട് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന്. ഒന്ന് വ്യക്തമായി പറയൂ വല്യുമ്മ. എനിക്ക് അയാളുടെ പേരെന്റെ നാവ് കൊണ്ട് പറയാൻ സാധിക്കില്ല ഷെൻഷാ. കാരണം അദ്ദേഹം അങ്ങേക്കും അത്രത്തോളം വേണ്ടപ്പെട്ട ഒരാളാണ്. ഖാൻ ബാബ, സഹീർ, സഹീർ സമാധാനിക്ക്. നീ എവിടെയായിരുന്നു ജലാൽ? മുഗളന്മാരുടെ രാജാവ് 2-3 ദിവസത്തേക്ക് കാണാതാവുകയെന്ന് വെച്ചാൽ വളരെ വലിയ കാര്യമാണ്. അങ്ങേക്ക് അറിയാവുന്നതല്ലേ? അങ്ങയെ അനുസരിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഞങ്ങളോടൊന്നും തന്നെ പറയാതെ അങ്ങിവിടുന്ന് പോകുന്നത് സ്വയം അപകടത്തിലാക്കുന്നത് പോലെയാണ്. എന്തെങ്കിലും കാരണവശാൽ അങ്ങേക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലോ? ജലാൽ, എനിക്ക് അങ്ങേയോർത്ത് ഉത്കണ്ഠയുണ്ട്. ഒരു രക്ഷിതാവിന്റെ സ്ഥാനമാണ് അങ്ങേക്ക് നൽകിയത്. ഇന്നുവരെ അങ്ങയുടെ ഒരു തീരുമാനത്തിലും നാം കൈകടത്തിയിട്ടില്ല. നാം അധികാരം ഉപയോഗിച്ച് ഒരിക്കലും ഒരു ചോദ്യങ്ങളും അങ്ങയോട് ചോദിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് നാം അങ്ങയുടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഖാൻ ബാബ. അങ്ങ് എന്തിനാണ് സഹീറിന്റെ കണ്ണുകൾ ചൂഴ്ന്നത്? അവന്റെ തെറ്റിനുള്ള ശിക്ഷയാണ്. എന്ത് തെറ്റ്? നാം അയാളെ അങ്ങയുടെ സുരക്ഷയ്ക്കായാണ് ഇവിടെ നിർത്തിയത്. അങ്ങ് അയാളുടെ കൺമുന്നിൽ നിന്ന് പോയിട്ടും അയാൾ നിശബ്ദനായി നിന്നു. അതിനാൽ നാം അയാളുടെ ആ കാഴ്ച ഇല്ലാതാക്കി. അങ്ങനെയുള്ളൊരു മുഗളൻ ഒരിക്കലും കാഴ്ചയുടെ ആവശ്യമില്ല. ഇത്രയും അശ്രദ്ധ കാണിക്കുന്നവന്. അയാൾ നമ്മുടെ വിശ്വസ്തനാണെന്നുള്ള കാര്യം അങ്ങേക്ക് അറിയാവുന്നതല്ലേ? നാമാണ് അയാളോടൊന്നും പറയരുതെന്ന് പറഞ്ഞത്. അയാൾ നമ്മുടെ ആജ്ഞ അനുസരിക്കുകയാണ് ചെയ്തത്. അങ്ങ് അല്പം കാത്തിരിക്കേണ്ടതായിരുന്നു. അങ്ങേ ചെയ്തത് വളരെ വലിയ തെറ്റാണ്. അഥവാ നാം ചെയ്തത് തെറ്റാണെന്ന് അങ്ങേക്ക് തോന്നുകയാണെങ്കിൽ ഇതാ ഈ വാൾ പിടിക്കൂ. ഈ നിമിഷം തന്നെ അങ്ങേക്ക് വാൾ ഉപയോഗിച്ച് നമ്മുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കാം. അങ്ങ് നമ്മെ തെറ്റിദ്ധരിക്കണമെന്ന് നമുക്കൊരിക്കലും ആഗ്രഹമില്ല. മുഗൾ വംശത്തിലെ ഷെഹൻഷായുടെ സുരക്ഷിതത്വമാണ് നാം ഏറ്റവും വലിയ ഉത്തരവാദിത്വമായി കണക്കാക്കുന്നത്. എനിക്കൊരിക്കലും അങ്ങേ ശിക്ഷിക്കാൻ സാധിക്കില്ല ഖാൻ ബാബ. എന്നാൽ നാം ജീവിതകാലം മുഴുവൻ ഇത് ഓർത്തുകൊണ്ടിരിക്കും അങ്ങ് സഹീറിന്റെ കണ്ണുകൾ ചൂഴ്ന്നത്.
നാം ഷെഹൻഷായെ കാണാനാണ് ഇങ്ങോട്ട് വന്നത്. എന്നാൽ ഇവിടെ വന്നപ്പോഴാണ് കണ്ടത് അങ്ങ് ഷെഹൻഷായുടെ വിശ്വസ്തരോട് എന്താണ് ചെയ്യുന്നതെന്ന്. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ഇവിടെ നിന്നും ദൂരേക്ക് പോവുക. ദൂരേക്ക് പോകുന്നത് അങ്ങായിരിക്കും. ഇത്തരത്തിൽ ഷെഹൻഷായുടെ വിശ്വസ്തരെ വകവരുത്തുകയാണെങ്കിൽ. എനിക്കറിയാം ഇക്കാര്യത്തിൽ തീപ്പൊരി വിതറിയത് ആ മഹാമംഗ തന്നെയാണ്. എന്നാൽ ബൈറാം ഖാൻ പറയുന്നത് അനുസരിക്കാത്തവർക്കെല്ലാം ഇത് തന്നെയാണ് സംഭവിക്കുക. ഇന്നാദ്യമായി ജലാൽ ബൈറം ഖാന്റെയും മഹാമംഗയുടെയും ശത്രുതയുടെ ഫലമായി പ്രഭാവിതനായിക്കൊണ്ട് തന്റെ സുരക്ഷാ ചുമതല നോക്കിയിരുന്ന ബൈറാം ഖാന്റെ തീരുമാനത്തിനെതിരെ ചോദ്യമുന്നയിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം സന്തോഷവാനായിരുന്നില്ല. അസ്സലാം അലൈക്കും. വാലേക്കും അസ്സലാം. അങ്ങനെ ഓർക്കാറുണ്ടോ ഷെഹൻഷാ? ഷെഹൻഷാ എന്നല്ല, ജലാൽ എന്ന് വിളിക്കൂ വല്യുമ്മ. എന്താണ് കാര്യം ജലാൽ? ഒരു പ്രശ്നം എന്നെ 4 ഭാഗത്തു നിന്നും അലട്ടിക്കൊണ്ടിരിക്കുന്നു. എനിക്കത് സ്വയം പരിഹരിക്കാൻ സാധിക്കുന്നില്ല. എനിക്കറിയാം അങ്ങയുടെ പ്രശ്നം എന്താണെന്ന്. അങ്ങയുടെ വിശ്വസ്തരെയും അതുപോലെ ബൈറാം ഖാനെയും എത്രമാത്രം ഇഷ്ടപ്പെടുന്നുവെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഓർമ്മിച്ചു കൊള്ളുക, സ്നേഹമാണ് മനുഷ്യരെ നിസ്സഹായരാക്കുന്നതെന്നാൽ ബന്ധങ്ങൾ ബന്ധിക്കുകയും ചെയ്യുന്നു. ആന നടന്നു പോകുമ്പോൾ പുറകെ നായ്ക്കൾ കുരച്ചോടുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് തന്നെ തോന്നി ആന നായ്ക്കൾ കാരണമാണ് ഇങ്ങനെ നടക്കുന്നതെന്ന്. പക്ഷെ അതങ്ങനെയല്ല. നമ്മുടെ ഈ മുഗൾ വംശം മുൻപോട്ട് പോകുന്നതിന് കാരണം അങ്ങയുടെ മാത്രം പ്രയത്നം കൊണ്ടാണ്. അതിൽ മറ്റാർക്കും യാതൊരു പങ്കുമില്ല. നമ്മുടെ കുട്ടിക്കാലം മുതൽ ഈ നിമിഷം വരെ നമ്മെ ഖാൻ ബാബയാണ് നയിച്ചിട്ടുള്ളത്. നാം അദ്ദേഹത്തെ നമ്മുടെ ഗുരുവായി കാണുന്നു. പിന്നെ അങ്ങയുടെ ഏറ്റവും വിശ്വസ്തനായ ഭൃത്യൻ സഹീറിന് വേണ്ടി വിഷമിക്കുന്നത് എന്തിന്? അയാൾക്ക് സംഭവിച്ചതെല്ലാം തന്നെ മറന്നേക്കൂ. ബാദഷാ അങ്ങയെ ഒരുപാട് വിശ്വസിക്കുന്നു ജലാൽ. അതുപോലെ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങെടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. അള്ളാഹുവിന് ഇതെല്ലാം അറിയാം. ഇനി ആരുടെയെങ്കിലും പ്രവർത്തനപരമായ ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ മുഗളന്മാരുടെ ഏറ്റവും മോശം ദിവസം ആ ദിവസമായിരിക്കും. ചരിത്രം തിരുത്തിക്കൊണ്ടിരിക്കും ജലാൽ. ഒരിക്കലും ആരുടെയും ആജ്ഞകൾക്ക് അതീതമല്ലത്. അങ്ങെല്ലാം മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഖുദാ ഹാഫിസ്. ജലാൽ ആകെ പ്രശ്നത്തിലകപ്പെട്ടിരുന്നു. ഒരു ഭാഗത്ത് ഗുരുവിനെ പോലുള്ള ബൈറം ഖാന് അദ്ദേഹത്തിന്റെ തെറ്റിനുള്ള ശിക്ഷ നൽകാനുള്ള ബുദ്ധിമുട്ട്, മറുഭാഗത്ത് വളർത്തമ്മയായ മഹാമംഗയുടെ ഭാഗത്തു നിന്നും ലഭിച്ച അറിവുകൾ. തീരുമാനമെടുക്കുക ബുദ്ധിമുട്ടായിരുന്നു. അതിന്റെ ഉത്തരം അള്ളാഹുവിനു മാത്രം. പെട്ടെന്ന് ജലാലിന്റെ കൺമുന്നിലേക്ക് ഒരു മുഖം പ്രകാശഭരിതമായി. അത് അവൾ മാത്രമായിരുന്നു. അയാളുടെ മനസ്സിനെ വായിക്കാൻ സാധിക്കുന്നവൾ. ജലാലിന്റെ ബാല്യകാല സുഹൃത്ത്. ജോധയ്ക്ക് മുൻപായി അയാളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന അയാളുടെ ബീഗം റുഖിയ. ആ സമയം ജലാൽ റുഖിയയെ കാണാൻ ആഗ്രയിലേക്ക് പോകാൻ തീരുമാനമെടുത്തു. സഹീറിന് നേരെ ഈ അന്യായം നടക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ അങ്ങയെ അന്വേഷിച്ചു പോയതായിരുന്നു. അങ്ങ് മടങ്ങിയെത്തിയത് അറിഞ്ഞ ഉടൻ ഞാനും മടങ്ങിയെത്തിയതാണ്. ഞാൻ അങ്ങയോടൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. അങ്ങ് വേട്ടയ്ക്ക് പോയതല്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം കാട് മുഴുവൻ ഞങ്ങൾ അരിച്ചു പിറക്കി. ഞാൻ അറിയുന്നതിൽ വിരോധമുണ്ടോ? അങ്ങ് കഴിഞ്ഞ 3 ദിവസം എവിടെയായിരുന്നെന്ന്? അഥവാ ഞാൻ അമീറിലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ വിശ്വസിക്കുവോ? അമീറിലോ? പക്ഷേ അത് നമ്മുടെ ശത്രുക്കളായ രജപുത്രരുടെ കേന്ദ്രമാണ്. അതുകൊണ്ട് അത് പിന്നെ അത് എന്നാൽ എനിക്ക്
മറ്റൊരു കാര്യം ചോദിക്കാനായി അനുവാദം നൽകുമോ? അനുവാദം നൽകുന്നു. പക്ഷെ മറ്റാരോടും പറയാനുള്ള ധൈര്യം കാണിക്കരുത്. എനിക്ക് മനസ്സിലാകും. ഇക്കാര്യം ഖബർ വരെ എന്നിൽ തന്നെ ഉണ്ടാകും ഷഹൻഷാ. അമീറും അവിടുത്തെ രാജകുമാരി ജ്യോതയും എന്റെ ലക്ഷ്യമായി മാറിയിരിക്കുന്നു. എന്നാൽ വൈകുന്നത് എന്തിനാണ് ഷഹൻഷാ? നമുക്കിപ്പോൾ തന്നെ അമീറിനെ ആക്രമിക്കാം. അരുത് ഷറഫുദ്ദീൻ, സമാധാനിക്കൂ. അതിനു മുമ്പായി നാം മറ്റൊരാളെ കാണാൻ ആഗ്രഹിക്കുന്നു. സൂര്യന്റെ അടുത്ത കിരണത്തിന് മുമ്പായി നാം ആഗ്രയിലെ രാജധാനിയിലുണ്ടാകും. ജോധയിൽ നിന്നും ദൂരേക്ക് പോവുകയായിരുന്നു ജലാൽ, മുഗളന്മാരുടെ രാജധാനിയായ ആഗ്രയിലേക്ക്. മുഗളന്മാരുടെ സമുദായത്തിന്റെ പ്രാണൻ എന്നാണ് ഈ നഗരത്തെ അറിയപ്പെട്ടിരുന്നത്. ദാഹിക്കുന്നവരുടെ ജലവും ഒരുപാട് പേരുടെ സ്വപ്നവും ജലാലിന്റെ ഹൃദയവുമായിരുന്നു ഈ നഗരം ആഗ്ര. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഒരു പ്രധാന അറിയിപ്പ്. നമ്മുടെ ഭാവി ബാദുഷായും പിന്നെ അദ്ദേഹത്തിന്റെ വളർത്തമ്മയും മുഴുവൻ സൈന്യാധിപരോടും മുഴുവൻ സൈന്യത്തോടും സർവപരിവാരങ്ങളോടും കൂടി കാലാൾപ്പടയും കുതിരപ്പടയും കൂടി ഹിന്ദുസ്ഥാനിലെ ഷഹൻഷായായ ജലാലുദ്ദീൻ മുഹമ്മദ് ഇതാ ആഗ്രയിലേക്ക് തിരികെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഷഹൻഷാ ജലാലുദ്ദീൻ മുഹമ്മദ് വിജയിക്കട്ടെ, വിജയിക്കട്ടെ, വിജയിക്കട്ടെ. വളരെ വിശാലവും മനോഹരവുമായിരുന്നു ഈ കൊട്ടാരം. ഈ കൊട്ടാരത്തിന്റെ ഒരു ഭാഗത്തായിരുന്നു സ്ത്രീകളുടെ അന്തപുരം. അവിടെ മുഗളന്മാരുടെ സ്ത്രീജനങ്ങൾ താമസിച്ചിരുന്നു. അവിടം സുന്ദരമായിരുന്നു. നൃത്തനൃത്യങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല എല്ലാവിധ സുഖഭോഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ചില പെൺകുട്ടികൾ സംഗീതം ആസ്വദിച്ചുകൊണ്ടിരുന്നു, ചിലർ മറ്റു ജോലികളിൽ, ചിലർ നൃത്തം ചെയ്തുകൊണ്ടിരുന്നു, മറ്റു ചിലർ ലഹരിയിലുമായിരുന്നു. എന്നാൽ എല്ലാ പെൺകുട്ടികളും സ്വയം ഷഹൻഷായുടെ ബീഗമെന്നാണ് വിശ്വസിച്ചിരുന്നത്. ഏയ്, ഇത് പറയൂ, എവിടെ എത്തി നമ്മുടെ ഷഹൻഷാ? എനിക്ക് നന്നായി അറിയാം നിങ്ങൾക്ക് ഇക്കാര്യം അറിയാമെന്ന്. അദ്ദേഹം ആർക്കൊപ്പം വരുന്നു, ഏത് ദിശയിൽ നിന്നാണ് വരുന്നത്? എന്തായാലും ഇത്തവണ ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നു. അതെ അതെ അതെ, ആരെങ്കിലും ഇവളുടെ കണ്ണുകളിൽ നോക്കൂ. അകത്തിരുന്നും മടുത്തു പോയിരിക്കുന്നു. ഇത് ഷെഹൻഷായുടെ ഇടമാണ്. എന്നാൽ അദ്ദേഹം ഇവിടെ അധികം സമയം ചെലവഴിക്കാറില്ല. അതിനാൽ എല്ലാവരും അദ്ദേഹത്തിന്റെ വരവിനായി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇനിയും എത്ര സമയമെടുക്കും? എത്ര വേണമെങ്കിലും ശ്രമിച്ചു നോക്കിക്കോളൂ, പക്ഷെ ഒന്നും നടക്കില്ല. ആ ഷഹൻഷാ, നിങ്ങൾ ആരെയും ഒന്ന് നോക്കു പോലും ഇല്ല. നിൽക്കൂ ദിൽദാർ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. ഈ പ്രാവശ്യം അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നേ ഷെഹൻഷാ നേരെ എന്റെ അടുത്തേക്ക് വരുന്ന വിധത്തിൽ. പക്ഷെ ആദ്യം സ്വയം പുകഴ്ത്തൽ കുറച്ചു വെക്ക്, എന്നിട്ട് മറ്റെല്ലാം ആലോചിക്കാം. അതെല്ലാം ഞങ്ങൾക്കറിയാം. അതെ, എന്നെ പുകഴ്ത്തിയത് കൊണ്ട് എന്ത് സംഭവിക്കാനാ? എന്റെ ചിത്രം ഷഹൻഷായുടെ കൺമുന്നിൽ വെച്ച് നിർമ്മിക്കൂ, എന്നിട്ട് നോക്കിക്കോ, എന്ത് പറഞ്ഞാലും അത് നൽകും. ഷഹൻഷാ നിന്റെ അടുത്തും വരില്ല, നിന്റെ അടുത്തും വരില്ല, നിന്റെ അടുത്തും വരില്ല. അദ്ദേഹം വരുന്നത് നേരെ അങ്ങോട്ടായിരിക്കും. എന്റെ തലമുടിക്ക് നല്ല സുഗന്ധം പകർത്തു. എന്റെ തലമുടിയുടെ സുഗന്ധത്താൽ ഷെഹൻഷാ മതിമറന്നു പോകണം. ഏയ് നോക്കൂ ബീഗം, അങ്ങുമുടി എത്ര സുഗന്ധമുള്ളതാക്കിയാലും ഷെഹൻഷായെ ഒന്ന് കാണാനെങ്കിലും കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി. നിങ്ങൾ പറയുന്നത് എനിക്ക് അദ്ദേഹത്തെ കാണാൻ പോലും സാധിക്കില്ലെന്നാണോ? ഇല്ല, ഇല്ലെന്നേ. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഞാനും അദ്ദേഹത്തിന്റെ ബീഗമാണെന്ന്. നിങ്ങൾ ബീഗമാണെങ്കിൽ അവരതിലും മഹത്വമേറിയ ബീഗമാണ്. അവർ കണ്ണുകളിൽ മാത്രമല്ല, നേരെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലാണ് കടന്നിരിക്കുന്നത്. എന്തു പ്രത്യേകതയാണ് ആ സ്ത്രീക്ക്? അങ്ങനെ എന്താണ് ആ റുക്കയിലുള്ളത് എന്നിലില്ലാത്തതായി? അവളിലുള്ളത് നിങ്ങൾ ആരിലും ഇല്ലാത്ത ഒന്നാണ്: സൗന്ദര്യം.